ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പനീർ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അത് കണ്ടോ, ഇതിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കല്ലെങ്കിൽ ഈ പനീർ പാല് ഒക്കെ ഇതാക്കിയിട്ട് പിന്നെ തുണിയിലൊക്കെ പിഴിയണം. ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ആദ്യം തന്നെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു ലിറ്റർ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗർ, 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വയ്ക്കാം. മറ്റേ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ വിനീഗറും വെള്ളം കൂടി ചേർത്തിട്ടുള്ളതൊന്ന് അതിലേക്ക് ആഡ് ചെയ്യാം. കാരണം പനീറാവാൻ വേണ്ടി അതൊന്ന് പിരിത്ത് വരണം. അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു പാത്രമാണ് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം. അതിൽ ഒരു ഇതുണ്ട്, പിന്നെ ഒരു മൂടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അടച്ചു വെച്ചാൽ നമുക്ക് കട്ടിയുള്ള പനീർ കിട്ടും. അപ്പോൾ അതാ ഇവിടെ പാലിവിടെ തിളയ്ക്കാനായിട്ടുണ്ട്. കണ്ടോ, തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വിനീഗറും വെള്ളം കൂടി ചേർത്തിട്ടുള്ളത് ആ പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതാ കണ്ടോ, അതിങ്ങനെ ആ പനീറിൻ്റെ ആ കട്ട വരുത്തിട്ടുള്ള പാലിൻ്റെത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി തിളയ്ക്കുന്നവരെ വയ്ക്കാം. ഇനി നമുക്ക് ആ പനീർ ഉണ്ടാക്കുന്നുള്ള ആ പാത്രത്തിലേക്ക് ആ പാല് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലൊന്നായിട്ട് പെരുത്ത് വന്നിട്ടില്ലേ, അത് മുഴുവനായിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ആമസോണിൽ നിന്ന് വലിയ വിലയൊന്നുമില്ല, 140 അങ്ങനെ എന്തോ വിലയുള്ളൂ തോന്നുന്നു. നല്ല ഉപയോഗമായിട്ടുള്ളതായിട്ട് തോന്നി എനിക്ക് പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ. മറ്റേ നമ്മൾ തുണിയിലൊക്കെ കെട്ടി പിന്നെ അത് വേറെ പ്രസ് ചെയ്യാൻ വെക്കണം. ഇതിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി ഒഴിച്ചാൽ മതി. നല്ല സ്ക്വയറായിട്ട് ഉള്ള അതിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് ആ കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ ആ വെള്ളം മുഴുവൻ വാർന്ന് പോകണം, പിന്നെ ആ ഷേപ്പും കിട്ടണം. അപ്പം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനൊരു മൂടിയുണ്ട്. ആ മൂടി വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലൊന്ന് ഒരു ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം വിനീഗറും ഇതൊക്കെ ചേർത്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെ വിനീഗറിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റൊക്കെ പോകണമെങ്കിൽ ആ പച്ചവെള്ളം ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തന്നെ ഒരു ലിഡുണ്ട്. അത് ലിഡല്ല, അതിങ്ങനെ പ്രസ് ചെയ്താൽ അത് പനീർ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനി അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റും കൂടി വെച്ച് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ അത് തണുത്ത് വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല പനീർ ഉണ്ടായി കിട്ടും. ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് അതിൻ്റെ മേലെ വെച്ചാൽ മതി, അത് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ വെയിറ്റ് വെച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനത് പുറത്ത് എടുത്തിട്ടുള്ളതാണ്. കഴിയുന്നതും ആ വെള്ളത്തിൽ മുട്ടാതെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ ഇതായുള്ള. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതിന് ഒരു വലിയ പൈസയൊന്നും വരുന്നില്ല ആ സാധനം വാങ്ങിക്കാൻ, പനീർ തന്നെ ഉണ്ടാക്കുന്ന പാത്രം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും.